ഈ ഇന്ത്യൻ 2020 ടീം കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിന്റെ 2020 പരമ്പരയിലും 4ാമത്തെ കളിയും തോറ്റു. അതിനു മുമ്പ് അവർ അയർലൻഡും മറ്റും തോറ്റിരുന്നു. അപ്പൊ ടീമിനെ സംബന്ധിച്ച് ഡ്രസ്സിംഗ് റൂമിലൊക്കെ ഭയങ്കരമായ ഗ്രൂപ്പിസമാണെന്ന് പറയുന്നു. സഞ്ജുവിനെ കളിക്കാൻ ഇറക്കിയില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ ഈ ലോകകപ്പ് കഴിഞ്ഞ ശേഷം കഴിഞ്ഞിട്ടുള്ള ഈ അത് കപ്പ് നേടിയ ടീമാണ്, റാങ്കിങ്ങിൽ ഒന്നാമത് നിന്ന ടീമാണ്. എത്രയോ ദിവസം ഒന്നാം റാങ്കിങ്ങിലായി, ഇപ്പൊ റാങ്ക് പോയി. ആകെ മൊത്തത്തിൽ പ്രശ്നമാണെന്നാ പറയുന്ന ടീമിന്. ഗൗതം ഗംഭീറിന്റെ കോച്ച് സ്ഥാനമൊക്കെ തെറിക്കും എന്ന് പറയുന്നുണ്ട്. പുതിയ ക്യാപ്റ്റൻ ഉണ്ട്, ശ്രേയംസ് അയ്യരുണ്ട്. എന്താണ് പുതിയ ഇതിനെ സംബന്ധിച്ച് വരുന്ന വാർത്തകളൊക്കെ? ഒന്നാമത്തെ കാര്യം, ഇതില് ഗ്രൂപ്പിസം ഉണ്ട് എന്ന് പറയുന്നത് ഉണ്ടത്ര വാർത്തയാണ്. അങ്ങനെ വരാൻ തീരെ സാധ്യതയില്ല. ആത്യന്തികമായിട്ട് BCC എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു ടൂള് മാത്രമാണ് ഗൗതം ഗംഭീർ. അവർക്ക് ഇപ്പോ ഇതിൽ ഗൗതം ഗംഭീറിന്റെ യാതൊരു തീരുമാനങ്ങളും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വാസ്തവത്തില് ഇതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ സഞ്ജു സാംസൺ എന്തുകൊണ്ട് ടീമിൽ ഉറപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രധാന കാരണം സഞ്ജു ഒരു ബ്രാൻഡ് അല്ല എന്നുള്ളതാണ്. വലിയ വലിയ കമ്പനികളുടെ ബ്രാൻഡ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് അംബാസഡർമാരായിട്ടുള്ള കളിക്കാർ ടീമിൽ ഉണ്ടാകുക എന്നുള്ളത് BCCയുടെ സാമ്പത്തിക താല്പര്യം കൂടിയാണ്. മനസ്സിലായി. അപ്പൊ സഞ്ജു വലിയ വലിയ ബ്രാൻഡുകളുടെ ഇവിടെയൊക്കെയുള്ള ഏതോ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ഏതോ ഒരു വാർക്ക കമ്പനിയുടെയോ ഒക്കെ ബ്രാൻഡ് അംബാസഡർ ആയി കഴിഞ്ഞാൽ സഞ്ജുവിനെ ആർക്ക് വേണം? അവരവരോ വലിയ 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 കമ്പനികളുടെ വമ്പൻ കമ്പനികളുടെ ഇപ്പൊ വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ അവരൊക്കെ ഇത്രയും പ്രായമായിട്ടും ടീമിൽ എന്തുകൊണ്ട് തുടരുന്നു? അതിന്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് അവരുടെ പിന്നിലുള്ള ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. അതൊന്ന്. പിന്നെ ഗൗതം ഗംഭീർ എന്ന് പറയുന്നത് നിലവിൽ BCCIയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഗൗതം ഗംഭീർ. കാരണം എന്തുകൊണ്ട് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായി? അതിന് കാരണം BCCI തന്നെ സൃഷ്ടിച്ച IPL എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. IPL ഗൗതം ഗംഭീർ വലിയ വിജയമായിരുന്നു. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് മറ്റ് സീനിയർ താരങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് വിദേശ കോച്ചുകളെ മാറ്റി നിർത്തിക്കൊണ്ട് IPL മാത്രം എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ സ്വന്തം എന്താ പറയാ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു കളിക്കാരനായ ഗൗതം ഗംഭീർ കളിക്കുന്ന സമയത്ത് ഒരു ഡിസിപ്ലിൻ കളിക്കാരനായിരുന്നില്ല. അതിനുശേഷവും അദ്ദേഹത്തിന്റെ സ്വഭാവം അതെ, അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ഇല്ലായ്മ. ഇപ്പൊ സൗരവ് ഗാംഗുലി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഗ്രസീവ് ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ടീമിനെ നയിച്ച രീതി നോക്കണം. ഗൗതം ഗംഭീർ ഇപ്പൊ ഈ കളത്തി കിടന്ന് ഇങ്ങനെ അംഗം വെട്ടിയൊഴിച്ചാൽ വേറെ എന്താണ് അദ്ദേഹത്തിന്റെ സൃഷ്ടി എന്ന് അറിയില്ല. അപ്പൊ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു കളിക്കാരൻ IPL എന്തോ ട്രാക്ക് റെക്കോർഡ് ഉണ്ട് അതിന്റെ പേരില് ഇന്ത്യയുടെ പരിശീലക സ്ഥാനം വെച്ച് നീട്ടിയത് BCCI ആണ്. അപ്പോ BCCIയും ഗൗതം ഗംഭീറുമായിട്ട് നല്ല ടൈംസിലാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ പുതിയതായിട്ട് ചുമതലയേറ്റ ക്യാപ്റ്റന്റെ കീഴില് ഒരിക്കലും ഒരു ഗ്രൂപ്പിസം ഉണ്ടാകാൻ സാധ്യത തീരെയില്ല. അവിടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഏക ഗ്രൂപ്പ് ഗംഭീറിന്റെ ഗ്രൂപ്പ് മാത്രമായിരിക്കും. അയാൾക്കെതിരെ നിൽക്കുന്നവർ സ്വാഭാവികമായിട്ടും ടീമിൽ നിന്ന് പുറത്തു പോകും. എനിക്ക് മനസ്സിലാക്കുന്ന സഞ്ജു സാംസൺ പോലും ഗംഭീറിന്റെ ഗ്രൂപ്പിലുള്ള ആളാണ്. കാര്യം സൂര്യകുമാർ യാദവ്, ഗൗതം ഗംഭീർ, സഞ്ജു സാംസൺ ഇവരാണ് ഒരു കോമ്പിനേഷൻ ആയിട്ട് നിന്നത്. സഞ്ജു സാംസന്റെ കരിയറിലെ മനോഹര ദിവസങ്ങൾ ഗംഭീർ കോച്ചായിരുന്ന സമയത്താണ്. അപ്പോ സഞ്ജുവിന്റെ പേരിൽ അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ടായി അല്ലെങ്കിൽ ഈ പരാജയങ്ങളുടെ പേരിൽ ഒരു ഗ്രൂപ്പിസം ഉണ്ടായി എന്നൊക്കെ പറയുന്ന അടിസ്ഥാനരഹിതമായ വാർത്തയാകാനാണ് സാധ്യതയുള്ളൂ. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ല. തീർച്ചയായിട്ടും 2 പരമ്പരകൾ ദയനീയമായിട്ട് തോറ്റു. പക്ഷെ ഇതേ ടീം ഇതേ കോച്ച് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദുർബലമായ ടീമായിരുന്നു അയർലൻഡ്. അതെ, അപ്പൊ ഇതേ കോച്ചിന്റെ കീഴിൽ തന്നെയാണ് ലോകകപ്പ് നേടിയത്. അപ്പോ ഗൗതം ഗംഭീർ പറയുന്നുണ്ട്, അപ്പൊ ഈ ലോകകപ്പ് നേടിയ ഒരു ടീമിനെ ഉടച്ചു വാർത്തിട്ട് ഭാവികാല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ടീമിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഒരു അജണ്ടയായിട്ട് പറഞ്ഞത്. ഈ പറയുന്ന ഗൗതം ഗംഭീറിന് വേണ്ടിയിട്ട് പുതിയ താരങ്ങളെ ഇപ്പോ വൈഭവ് സൂര്യവംശി അയാളും ഒരു BCCI പ്രൊഡക്റ്റ് ആണല്ലോ. IPL ആണല്ലോ അദ്ദേഹത്തിന്റെ പ്രകടനം മുഴുവൻ. അവിടെ ഉള്ള ഫ്ലാറ്റ് വിക്കറ്റില് അല്ലെങ്കിൽ റൺ അടിച്ചു കൂട്ടാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട വേദിയിൽ തിളങ്ങിയതിന്റെ പേരിൽ അദ്ദേഹത്തെ ടീമിലോട്ട് കൊടുത്തത് BCCI തന്നെ നിയോഗിച്ച സെലക്ഷൻ കമ്മിറ്റിയാണ്. അതുപോലെ തിലക് വർമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. തിലക് വർമ്മ മാത്രമല്ല പ്രേമേ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ IPL തിളങ്ങിയവർ തന്നെയാണ് ഇന്ത്യൻ ടീമിൽ വരുന്നത്. അതായത് പഴയ കാലത്ത് ഈ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് അതിന്റെ പരിചയ സമ്പത്തും മറ്റു മാനദണ്ഡമെങ്കിൽ ഇപ്പൊ ടെസ്റ്റ് കളിക്കാൻ പോലുള്ള മാനദണ്ഡം BCCI പ്രൊഡക്റ്റായ IPLന്റെ പ്രകടന മികവാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിലേക്ക് ഏറ്റവും ഒടുവിൽ അരങ്ങേറ്റം കുറിച്ച നമ്മുടെ ഹൈദരാബാദിന്റെ ബാറ്റ്സ്മാൻ
സായി സുദർശൻ സായി ഹൈദരാബാദ് ടീം ക്ഷമിക്കണം ഗുജറാത്ത് ടീമിന് വേണ്ടിയിട്ട് പ്രകടനം നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹം ടെസ്റ്റ് കളിക്കാൻ വരെ വന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് BCC ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. ലോകകപ്പ് നേടിയ ടീം തുടർച്ചയായിട്ട് 6 മത്സരങ്ങൾ തോറ്റു. പുതിയ ക്യാപ്റ്റൻ നിയമിതനായി, അതും ഗംഭീറിന്റെ താല്പര്യപ്രകാരം തന്നെയാണ് ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായെന്ന് പറയപ്പെടുന്നു. സഞ്ജുവിന്റെ പേര് പോലും ക്യാപ്റ്റനായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് വാർത്ത. അപ്പോ ശ്രേയസ് അയ്യറിനെ പോലൊരു ക്യാപ്റ്റന് 2 ടൂർണമെന്റുകളുടെ മാത്രം ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പകരം ക്യാപ്റ്റനാകാൻ പറ്റിയ ആള് നിലവിൽ ടീമിലില്ല. അത് ശുഭ്മാൻ ഗില്ലായിരുന്നു. അദ്ദേഹത്തെ ടീമിൽ പരിഗണിക്കുന്നേ ഇല്ല. അദ്ദേഹത്തിനെ 2020 കൊണ്ടുവന്നിട്ട് അത് പരാജയപ്പെട്ടുകൊണ്ടാണല്ലോ സഞ്ജുവിന് വീണ്ടും നറുക്ക് വീണത്. ഒന്നെങ്കിൽ സഞ്ജു സാംസണെ പൂർവാധികം പിന്തുണയോടുകൂടി അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കുക, ടീമിൽ സ്ഥിരാംഗമാക്കുക, അല്ലെങ്കിൽ ശ്രേയസ് അയ്യരിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക. ഈ 2 ഓപ്ഷനെ. അതുപോലെ ഇതിനു മുമ്പ് ക്യാപ്റ്റനായിരുന്ന സൂര്യകുമാറിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒക്കെ പുറത്തു വരുന്നത്, അത് പോസ്റ്റ് ഇടത്തേ ഉള്ളൂ. കാര്യം സൂര്യകുമാർ യാദവിന്റെ അധ്യായം കഴിഞ്ഞു. കാരണം സൂര്യകുമാർ യാദവിനേക്കാളും മികവുള്ള പ്രായത്തിന്റെ മാത്രം പ്രശ്നമുള്ളതുകൊണ്ട് പലരും പുറത്തു നിൽപ്പുണ്ട്. ഇപ്പൊ ഭുവനേശ്വർ കുമാർ, അദ്ദേഹത്തിന് മികവിന് അദ്ദേഹം IPL പോലും ടീമിൽ വന്നിട്ടില്ല. മുഹമ്മദ് ഷമി, അദ്ദേഹത്തിന് എന്താ കുഴപ്പം? പ്രായമാണ്. അതായത് ഇന്ത്യയെ പോലെ പ്രതിഭകൾ ധാരാളമുള്ള ഒരു സ്ഥലത്ത് പല മാനദണ്ഡങ്ങളുടെ പേരിലും പലർക്കും പുറത്തു പോകേണ്ടി വരും. സൂര്യകുമാർ യാദവിന്റെ പ്രായം മാത്രമല്ല, സമീപകാല പ്രകടനങ്ങളിൽ ലോകകപ്പ് നേടിയെങ്കിലും ആ ലോകകപ്പ് നേടിയ ടൂർണമെന്റിൽ സൂര്യകുമാർ യാദവ് വമ്പൻ പരാജയമായിരുന്നു. അതിനുശേഷം നടന്ന കളികളിലും വമ്പൻ പരാജയമായിരുന്നു. IPL പരാജയമായിരുന്നു. അപ്പൊ സൂര്യകുമാർ യാദവിനെ ലോകകപ്പ് നേടി എന്ന് പറയുമ്പോൾ പോലും അത് അതിന്റെ മെരിറ്റിൽ അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം മുന്നിൽ നിന്ന് നയിച്ചില്ലല്ലോ. ടീം മൊത്തത്തിൽ നേടിയപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യകുമാർ യാദവും കപ്പ് നേടി എന്നതിനപ്പുറം തോന്നുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും സമീപകാല ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് സൂര്യകുമാർ യാദവ്. ലോകകപ്പ് നേടിക്കാന്ന ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണനയോടുകൂടി ഒരു വിടവാങ്ങൽ മത്സരമെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. കാണിച്ച മര്യാദകേടാണ്. പക്ഷെ സഞ്ജുവിന്റെ കാര്യത്തിൽ ഇനി വരുന്ന ദിവസങ്ങളാണ് പ്രാധാന്യമുള്ളത്. കാരണം വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന 15 വയസ്സുകാരനെ എന്തിന് ടീമിൽ കൊണ്ടുപോകുന്നെന്ന ചോദ്യം ഉദിക്കുന്നു. ഒരു ലോക റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ ശ്രമം വമ്പൻ പാളിച്ചയായിപ്പോയി. കാരണം ആ ഒരു വാർത്ത ജനിച്ചു, ഒരു കളിക്കാരൻ ജനിച്ചില്ല. തുടർച്ചയായ 3 മത്സരങ്ങളിൽ പരാജയപ്പെട്ട ശേഷം ഉറപ്പായിട്ടും നമുക്ക് സഞ്ജുവിന്റെ പേരിൽ അനുകമ്പയുണ്ട് എങ്കിൽ തന്നെയും ആ അവസാന മത്സരത്തിൽ അദ്ദേഹത്തിന് തന്നെ അവസരം കൊടുക്കേണ്ടതായിരുന്നു. വൈഭവിന് തന്നെ അങ്കിലെ BCCയുടെ ഈ തീരുമാനത്തിനൊരു ന്യായീകരണമുള്ളൂ. ഭാവിയിൽ കണ്ട് ടീം തോറ്റാലും സാരമില്ല, ഒരു 15 വയസ്സുകാരനെ ഞങ്ങൾ പിന്തുണച്ചു എന്ന് ധൈര്യപൂർവ്വം പറയാമായിരുന്നു. പക്ഷെ അവിടെ വൈഭവിനെ ഒഴിവാക്കി വീണ്ടും സഞ്ജുവിനെ കൊണ്ടുവന്നു. സഞ്ജു ഭേദപ്പെട്ടൊരു പ്രകടനം നടത്തി. പക്ഷെ സിംബാബ്വെ പോലൊരു ടീമുമായിട്ടാണ് ഇനി ഒരു 3 മത്സര പരമ്പര വരാൻ പോകുന്നത്. വൈഭവ് സൂര്യവംശിയെ പോലെ ഒരാൾ ഉറപ്പായിട്ടും അവിടെ ഒരു സെഞ്ചുറി അടക്കം മിനിമം അടിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇനി സഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു പരിങ്ങൽ ഉണ്ടാവുന്നത്. ഏതായാലും സഞ്ജുവിന്റെ കാര്യത്തിൽ ഇതുവരെ എടുത്ത തീരുമാനം തെറ്റിപ്പോയെന്നുള്ളത് ഇതിനോടകം തെളിയിക്കപ്പെട്ടു. പക്ഷേ വൈഭവ് സൂര്യവംശി വരുന്ന പരമ്പരയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ട് അദ്ദേഹത്തിന്റെ സെലക്ഷനെ ന്യായീകരിക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ കാര്യം വീണ്ടും പരിങ്ങലിലാകും. അതിന്റെ കാരണങ്ങൾ വ്യക്തമാണ്. മാത്രമല്ല ഇനിയിപ്പോ കോച്ച് മാറണമെന്നില്ല അല്ലെ, ഗൗതം ഗംഭീർ മാറണമെന്നില്ല, ക്യാപ്റ്റനും മാറണമെന്നില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു BCCI തയ്യാറാക്കുന്നത് ഒരു ദീർഘകാല പ്ലാനാണ്. ആ ദീർഘകാല പ്ലാൻ അനുസരിച്ച് അടുത്ത 2020 ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള പരിപാടികൾ അധികം ഇതില്ലല്ലോ. അതെ, അതായത് ഇനി ഏകദിന ലോകകപ്പ് വരാനിരിക്കുന്നു, അത് കഴിഞ്ഞ് 2020 ലോകകപ്പ് വരാനിരിക്കുന്നു. അപ്പൊ ഏതായാലും ദീർഘകാല പ്ലാൻ അനുസരിച്ച് നിലവിൽ ഗൗതം ഗംഭീർ തന്നെ ആയിരിക്കും കോച്ച്. T20 ഒരു അത്ഭുതം സംഭവിച്ചാൽ ഒരു പക്ഷേ ശ്രേയസ് അയ്യറിനെ മാറ്റിയിട്ട് ശുഭ്മാൻ ഗില്ലിനെ തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുത്തേക്കാം. അങ്ങനെ 3 ഫോർമാറ്റിൽ ഒരു ക്യാപ്റ്റൻ മതി എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് BCCI പോയേക്കാം. പക്ഷെ ഗൗതം ഗംഭീറിന്റെ സ്ഥാനം അപ്പോഴും സ്ഥിരമായിരിക്കും. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹം മാത്രമല്ല കുറ്റക്കാരൻ. BCCIയുടെ പ്ലാൻ അനുസരിച്ച് അദ്ദേഹം സിംബാബ്വെ നടക്കുന്ന ടൂർണമെന്റിലെ VVS ലക്ഷ്മണനാണ്. അത് മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. ദ്രാവിഡ് കോച്ചായിരുന്നപ്പോഴും ഈ അപ്രധാനമായ അപ്രസക്തമായ ചില ടൂർണമെന്റുകളിൽ അവർക്ക് ഒരു വിശ്രമം അനുവദിച്ചുകൊണ്ട്. അതുപോലെ മറ്റ് കോച്ചസിനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ സഹ കോച്ചസ് ഒക്കെ ഉണ്ടല്ലോ, ബൗളിംഗ് കോച്ച്, ബാറ്റിംഗ് കോച്ച്, അവരെയൊക്കെ ചിലരൊക്കെ മാറ്റിയിട്ടുണ്ട്. അതല്ല, ഇത് അവരുടെ ഒഴിവാക്കിയതല്ലല്ലോ. ഈ സിംബാബ്വെ അത്രയല്ലേ ഉള്ളൂ. അത് അവർക്കൊരു ഇടവേള കൊടുക്കുന്നതാണ്. അല്ലാണ്ട് അതായത് ഇനി ഒരു അച്ചടക്ക നടപടി അതേപോലുള്ള പരിപാടികളിലേക്ക് പോയാൽ നിലവിൽ തന്നെ ടീം അല്ലാണ്ടൊന്ന്
ഒരു ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് ടീമിനുള്ളിൽ സഞ്ജുവിനെതിരായ നടപടിയുടെ പേരിൽ. അത് വഷളാകാനേ അത് ഉപകരിക്കും എന്നുള്ള തിരിച്ചറിവ് ഇപ്പോ ഇത് നടത്തിയവർക്കുണ്ടാകും. അപ്പോ വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണികൾ പോകില്ല. പക്ഷെ സഞ്ജുവിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോഴൊരു ഉറപ്പ് പരിണത്തില്ലല്ലോ. ഇല്ല, സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാര്യം സിംബാബ്വെ പര്യടനത്തിന് ശേഷം പിന്നെ വരുന്നത് ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കളിയാണ്. അപ്പൊ അതിൽ ടീം ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ സഞ്ജു ഉണ്ട്. എനിക്ക് തോന്നുന്നു സിംബാബ്വെ പര്യടനത്തില് വൈഭവ് സൂര്യവംശി വല്ലാണ്ടങ്ങ് തിളങ്ങുകയാണെങ്കിൽ, 3 കളിയുണ്ട്, ഒന്നോ രണ്ടോ സെഞ്ചുറിയൊക്കെ അടിക്കുകയാണെങ്കിൽ അപ്പോഴും സഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു പുനരാലോചന ഉണ്ടായാലോ എന്നൊരു ആശങ്ക പലർക്കും ഉണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷെ സഞ്ജുവിന്റെ പേരിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ചില സംഗതികളുണ്ട്. വലിയ വലിയ ടൂർണമെന്റുകളിൽ എങ്ങനെ കളിക്കണം, അത് ബയലാറ്ററൽ ടൂർണമെന്റുകൾ വിടുക, 2 ടീമുകൾ മാത്രം പങ്കെടുക്കുന്ന ടൂർണമെന്റ് വിടുക. ഇപ്പൊ ലോകകപ്പ് പോലെ ഒരു മത്സരവേദിയിൽ അദ്ദേഹം കാണിച്ചൊരു പക്വതയും അതേപോലെ ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി ജയിപ്പിച്ച ഒരു മികവും ഒക്കെ ഉണ്ട്. അത് വമ്പൻ ടൂർണമെന്റുകൾ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ എന്താണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രകടനവും അതിൽ നിർണായകമാണ്. ഇനി ഒരു അവസരം കിട്ടിയാൽ, അങ്ങനെ തന്നെ പറയണമല്ലോ, അതിൽ മികവിലേക്ക് ഉയരുക എന്നുള്ളത് സഞ്ജുവിന്റെ മാത്രം ആവശ്യമാണ്. ആ രീതിയിൽ അദ്ദേഹം ചെയ്താൽ ഒരു 3-4 വർഷം കൂടി അദ്ദേഹത്തിന്റെ കരിയർ എക്സ്റ്റൻഷൻ കിട്ടുമായിരിക്കും. പക്ഷെ ഗംഭീറിന്റെ കാര്യത്തിൽ ഉടനെയെങ്ങും ഒരു നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും വാദിക്കുന്നുണ്ട്, കപ്പ് നേടിത്തന്ന സൂര്യകുമാർ യാദവിനെ പുറത്താക്കിയെങ്കിൽ അതിന്റെ എന്താ പറയുക ആനുകൂല്യം ഗംഭീറിന് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഉടനെ ഒരു അഴിച്ചുപണി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്.